നിലമറിഞ്ഞ് വിത്തിടുന്നവന് മാത്രമേ നൂറുമേനി ഫലം ലഭിക്കൂ. ഇപ്രകാരം കുട്ടികളുടെ മനസ്സും മനഃശാസ്ത്രവും അറിഞ്ഞ ഒരു മഹത് വ്യക്തിയാണ് നമ്മോടൊപ്പം എന്നുള്ളത് നമുക്ക് കാണാം. ദ്രോണാചാര്യ അവാർഡ് നേടി എന്നതിൽ സന്തോഷം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇതിപ്പോൾ ദ്രോണാചാര്യ എന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ കേരളത്തിൽ ദ്രോണാചാര്യാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒറിജിനൽ ദ്രോണാചാര്യ ഇന്ത്യയുടെ ആയി എന്ന് മാത്രമേ. കേരളത്തിലെ കായിക ലോകത്തെക്കുറിച്ചുള്ള മാഷിൻ്റെ പ്രതീക്ഷകൾ. കേരളത്തിൽ നല്ല കുട്ടികളുണ്ട്, നല്ല വിത്ത് ഉള്ള കുട്ടികളുണ്ട്. അതിൽ ആക്കിയെടുത്താൽ മാത്രം മതി. എല്ലാ സ്ഥലത്തും ഇല്ലാത്തതല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് പാലക്കാട് സൈഡ് ഇപ്പോൾ ഒത്തിരി താരങ്ങൾ കയറി വരുന്നുണ്ട്. അപ്പോൾ അവിടെ നേരത്തെ ഇല്ലായിരുന്നു, കായിക അധ്യാപകർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. കേരളം വലിയ വിധി നമുക്കൊരു ഒളിമ്പിക്സ് മെഡൽ വരുവാണെങ്കിൽ കേരളത്തിൽ നിന്ന് മാത്രമേ വരുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കൃത്യമായി പറഞ്ഞാൽ 50 വർഷം തികഞ്ഞിരിക്കുന്നു ഈ ഒരു കായിക ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട്. ഈ 50-ാം വർഷം ഇപ്പോൾ ദ്രോണാചാര്യ അവാർഡും ലഭിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയ ഒരു അവസ്ഥ എന്താണ്? എനിക്കങ്ങനെ വിഷമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ പലപ്പോഴും ആദ്യം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റ പട്ടാളമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാനൊരു ആർമിക്കാരൻ വന്നു. അപ്പോൾ സ്കൂളിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ അന്ന് കായികമൊന്നും ഇല്ല, അവർ ഇത് ഗുസ്തി പഠിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്ന് ഒരു വിധത്തിൽ ബാക്കി എല്ലാവരും ഒരു സൈഡായിരുന്നു, ഞാൻ ഒറ്റ പട്ടാളമായിരുന്നു. അപ്പോൾ എന്താണ് നമുക്ക് എന്തെല്ലാം വേറെ പണിയോ അത് മുഴുവൻ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു വിഷമങ്ങൾ ഇവിടെ ഉണ്ടായാലും അന്നെല്ലാം എന്നെ സംരക്ഷിക്കാൻ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ കുട്ടികളുടെ മനഃശാസ്ത്രം തോമസ് മാഷിനെ പോലെ അറിയുന്ന ആരുമില്ലെന്ന് കായിക ലോകത്തെ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ തോമസ് മാഷ് എന്താണ് ചെയ്തത്? ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കുട്ടിയെ എൻ്റെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാൻ മോനാണ് പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ കുട്ടിയെ ഒരു മാസത്തോളം ഞാൻ വീക്ഷിക്കും. ഞാൻ മാറി നിന്ന് വീക്ഷിക്കും, ഈ കുട്ടി എങ്ങനെയുണ്ട്, ഇത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ്, എന്തെല്ലാം ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വീക്ഷിക്കുക. കുട്ടിയെപ്പറ്റി നമുക്ക് ഇതുണ്ടോ, പറ്റിയെടുക്കാൻ പറ്റുമോ. പിന്നെ നമ്മളെ ഡോക്ടർമാർ പലതുണ്ട്. ഇത് രോഗം കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു പ്രത്യേക ഒരു കഴിവാണ്, ദൈവം തന്നൊരു കഴിവ് മാത്രമാണ്. ദേശീയ ഗെയിംസിലും സ്കൂൾ മേളകളിലും ദേശീയ സ്കൂൾ മേളകളിലും ഒക്കെ നമ്മൾ നല്ല പ്രാതിനിധ്യം നേടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അന്താരാഷ്ട്ര മേളകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പിന്നോക്കം പോകും. അതിനുള്ള കാരണം എന്താണ്? അത് കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചൈന തന്നെ ഇപ്പോൾ ഒളിമ്പിക്സ് ചൈന തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊച്ചിലെ ഒരു കുട്ടിയെ എടുത്ത് അവരെ ഒരു ജനിച്ച് കഴിയുമ്പോഴത്തേക്ക് അമേരിക്ക അതൊക്കെ ചെയ്യുന്നതാണ്. ഒരു കുട്ടി ജനിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഡോക്ടർ, ഇത് എഞ്ചിനീയർ, ഇത് സ്പോർട്സുകാരൻ എന്ന് വെച്ചാൽ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ അങ്ങനെയല്ല. നമ്മൾ ലാസ്റ്റ് കൊണ്ട് ഈ കോളേജ് ലെവലിലായിരുന്നു വിളമ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കായിക അധ്യാപകരെല്ലാം കുറേ പണിയെടുക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ കുപ്പയിലാണ് മാണിക്യം കിടക്കുന്നത്. അതുപോലത്തെ കുപ്പ കിടക്കുന്നതാണ് ഈ അഞ്ചു ബോബി ജോർജ്, ഷൈനി, ഇതെല്ലാം അങ്ങനെ കുപ്പ കിടന്ന സാധനങ്ങളാണ്. അപ്പോൾ അവർക്ക് സ്പോർട്സ് എല്ലാം അറിഞ്ഞുകൂടാ. അത് കണ്ടുപിടിക്കാനും ഇതുണ്ടാകുന്ന ഒരു അത് കൊച്ചിലെ മുതൽ വന്നു കഴിഞ്ഞാൽ കൊച്ചിലെ വന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ചില കാരണം നമ്മൾ പുറകോട്ട് പോകുകയല്ല, മറ്റുള്ളവർ മുന്നോട്ട് പോവുകയാണ്. ഇനി വരാനിരിക്കുന്ന 35ാമത് ദേശീയ ഗെയിംസ് ഒരുപക്ഷെ കേരളത്തിൻ്റെ കായിക ലോകത്തിൻ്റെ വികസന സാധ്യതകൾ ഉയർത്തുന്ന ഒന്നാണ്. ഇതിന് ഇപ്പോൾ നടക്കുന്ന തയ്യാറെടുപ്പുകൾ പര്യാപ്തമാണോ? പര്യാപ്തം. ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ താരങ്ങൾ, കേരളത്തിൻ്റെ താരങ്ങൾ മുഴുവൻ വെളിയിലാണ്. അത് നേരത്തെ തന്നെ അവർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. കാരണം ഇതിനകത്ത് പ്രൈസ് മണി വലിയൊരു ഘടകമാണ്. ഇപ്പോൾ തമിഴ്നാടൊക്കെ എത്ര ഞാൻ 5 ബോയ് പറഞ്ഞ പ്രാവശ്യം കേരളത്തിന് വേണ്ടിയിട്ട് ഞാൻ വരുത്തി. അന്ന് പറഞ്ഞു, സാറ് പിള്ളേരെല്ലാവരും കേരളത്തിന് വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞ് ഞാൻ കുറേ താരങ്ങളെ കൊണ്ടുവന്നു. അപ്പോൾ 5 എന്നോട് പറഞ്ഞത്, സാറ് വിളിക്കുകയാണെങ്കിൽ ഞാൻ വരും, പക്ഷേ അവിടെ നിന്ന് തരുന്നത് ഇത്ര പൈസയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടിയില്ല. ശരി, അന്ന് കിട്ടി, എത്ര വർഷം കഴിഞ്ഞ് പിള്ളേർക്ക് പൈസ കിട്ടിയത്? ഇപ്പം തന്നെ ഇതിൻ്റെ പൈസ സ്കൂൾ നാഷണലിൻ്റെ പൈസ പിള്ളേർക്ക് കൊടുത്തിട്ടില്ല. ഇത്ര പോസ്റ്റുകൾ ബാക്കി കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഇത് പാസ്സായ ഒത്തിരി കായിക അധ്യാപകർ കിടപ്പുണ്ട്. അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം, അതൊരു വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ശരി സമരത്ത് നിൽക്കുക ഇതായിട്ട്. ഇനി വരുന്ന തലമുറ അവരുടെ പരിശീലനം, ഇപ്പോഴത്തെ ഭക്ഷണ രീതികളായാലും അതൊക്കെ ഇവരുടെ പരിശീലനത്തെ വല്ലാതെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഭക്ഷണ രീതി ഇപ്പോൾ ഈ ഫാസ്റ്റ് ഫുഡ് ഒരു വലിയൊരു പ്രശ്നമാണ്. ഈ ഫാസ്റ്റ് ഫുഡ് പിള്ളേർ കഴിക്കും, പെട്ടെന്ന് തടിച്ച് ഇതാവുന്നു. അതൊന്നും ഉണ്ടാകാതെ ഞങ്ങളവിടെ കപ്പർ കൃഷി അവിടെ 1500 രൂപ ഇപ്പോൾ ഈ പ്രാവശ്യം സ്കൂൾ ഏഷ്യാഡിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു തിരുവനന്തപുരംകാരിയാണ്, ആര്യ TS എന്ന് പറഞ്ഞ്. 4ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെയുള്ളതാണ്. അപ്പോൾ ഇത് 12ാം ക്ലാസ്സായി. ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഇത് നടക്കുന്നത്
12 പേരുണ്ട്. അങ്ങനെ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ കൊച്ചിലെ മുതൽ നമ്മൾ വളർത്തിയെടുത്താൽ ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. ഒരു താരത്തെന്ന് പറഞ്ഞാൽ ആദ്യം രക്ഷകർത്താവ്, പിന്നെ കുട്ടി. എനിക്ക് പ്രൈസുള്ള പിള്ളേരെ ഞാൻ എടുക്കാറില്ല, എനിക്ക് വേണ്ടതാണ് അങ്ങനത്തുള്ള കുട്ടികൾ. കാരണം കുട്ടി വന്നിട്ട് രക്ഷകർത്താവിന് താല്പര്യമുണ്ട്, കുട്ടിക്കും താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് താല്പര്യം ഉണ്ട് താനും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ കളിക്കാൻ വേണ്ടി തെരുവിരുന്ന് കളിക്കുന്നുണ്ട്, അവൻ സ്പ്രിൻ്ററാണ്, നമുക്ക് അന്നേരം മനസ്സിലാവും. അല്ലെങ്കിൽ ഈ പതുക്കെ കളിച്ചുകൊണ്ട് ദീർഘദൂരം കളിക്കും, അത് സ്പീഡറാണ്. അങ്ങനത്തെ ഉള്ള മാറ്റമുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ താല്പര്യമില്ലാണ്ട് വരുന്ന പിള്ളേരുണ്ട്, എന്നെ നമ്മളെ ബോധിപ്പിക്കാനായിട്ട്. അതിന് ഞാൻ കള്ളക്കളയെന്ന് പറയും. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ സാറങ്ങ് നമ്മളങ്ങ് നോക്കുമ്പോൾ തെരുവിരുന്ന് കളിക്കും, നമ്മളിങ്ങോട്ട് മാറി നിൽക്കും. അത് കള്ളക്കളയാണ്. അതിൻ്റെ പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങ് വിട്ടേച്ചാൽ മതി. പിന്നെ വലിയ ത്രോയോ ഓരോ കൊടുത്ത് നമ്മൾ അങ്ങനെ പിന്നെ വീട്ടുകാർക്ക് താല്പര്യമാണെങ്കിൽ നമ്മൾ പറഞ്ഞു വിടാറില്ല അങ്ങനെയുള്ള. പിന്നെ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്കില്ല. മാഷിൻ്റെ പട്ടാളച്ചിട്ട അത് ഒരുപക്ഷെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. മാഷ് പട്ടാളക്കാരനെ പോലെ തന്നെ, അതിനകത്തൊരു മാറ്റമില്ല. അത് പരിശീലനത്തിൻ്റെ കാര്യമായാലും ഈ പരിശീലനം കഴിഞ്ഞു പോകുന്ന കുട്ടികളോട് മാഷിന് പ്രത്യേക വാത്സല്യമുണ്ട്. അപ്പം ഈ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുകയും അവർക്ക് സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കുകയും ചെയ്യുമ്പോൾ കുട്ടികൾ കൂടുതൽ പര്യാപ്തരാകുന്നു എന്ന് ഒരു തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പോൾ പണ്ട് ഇത് ടി വിക്കകത്ത് പിള്ളേർ പറയണത് കേട്ട് തന്നെ പറഞ്ഞു. ഇവിടെ ഷൈനാസ് സുലൈമാൻ ഇത് പറഞ്ഞു, സാറിനെ അങ്ങനെ ഈ കണ്ണാടി മുകളിൽ കൂടി ഒരു നോട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയാണ്, എന്തെങ്കിലും ഇത് കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ ചമ്മിക്കും. എന്നാൽ അത് 5 മിനിറ്റ് കൂടുതൽ നിൽക്കില്ല, തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങൾ കരഞ്ഞ് തിരിച്ച് വന്ന് പുറത്തെടുത്തിട്ട് തരും, തീർന്നു. അപ്പം ഞങ്ങൾ ഉഷാറായി. അപ്പോൾ അത് കാരണം പറഞ്ഞാൽ അവൻ്റെ വീട്ടിലേക്കാരും എൻ്റെ പപ്പായേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഞാൻ സാറിനെ. നമ്മൾ അപ്പൻ മക്കളിൽ നിന്നുള്ളൊരു സമ്പ്രദായം ഞങ്ങൾ പോകുന്നത്. ഒരു വീട്ടിലെ അംഗങ്ങൾ ഞങ്ങളുടെ ഗുരുകുല വിദ്യാഭ്യാസം ഇപ്പോൾ പോകുന്നത് തന്നെയാണ്. ഈ ഒളിമ്പ്യന്മാർ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നായാലും. പക്ഷേ കേരളത്തിൽ നിന്ന് നമുക്ക് ഒളിമ്പിക്സ് മെഡൽ വളരെ കുറവാണ്. ഒരു ഒളിമ്പ്യൻ എന്നുള്ള പേരാണോ ഒളിമ്പിക്സിന് നമുക്ക് ലഭിക്കാതെ പോകുന്ന മെഡലുകളാണോ നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമുക്ക് മെഡിക്കാതിരിക്കുന്നത് കാരണം മറ്റുള്ളവർ ഭയങ്കര ഫാസ്റ്റ് ആവുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 5 പോവേജ് വേൾഡ് മീറ്റിൽ, ഇപ്പോൾ വേൾഡ് മീറ്റ് കഴിഞ്ഞ് എല്ലാം തിരിച്ച് വരുവേ. വേൾഡ് മീറ്റിൽ ഇന്ത്യക്ക് ഒരു മെഡൽ കിട്ടിയിട്ടുള്ളൂ 5 പോവേജോറിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഒരു തേടെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾക്കുണ്ട് ഞങ്ങളിൽ നിന്ന് എൻ്റെ നിന്ന് ഉണ്ടാകുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ അന്നും പറയാറുണ്ട് ഉണ്ടാവുമെങ്കിൽ കേരളത്തിൽ നിന്ന് മിക്കവാറും എൻ്റെ ആയിരിക്കുന്നു. പിന്നെ നാട്ടുകാരുടെ വലിയ സഹകരണമാണ്. നമ്മുടെ ഇപ്പോൾ വണ്ണപ്പുറം സ്കൂൾ എന്ന് പറഞ്ഞാൽ അവരുടെ സഹകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിക്കില്ല. അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരുപോലെയുള്ള സ്ഥലമാണ്. രാഷ്ട്രീയക്കാരാണ് അതുപോലെ ഇതുള്ളതാണ്. എല്ലാവർക്കും നമ്മളോട് ഭയങ്കര താല്പര്യമാണ്. ഇപ്പോൾ ഈ അവാർഡ് നിന്ന് എനിക്കൊരു വലിയ ഉത്തരവാദിത്വം കൂടുക. ഇനി മാറി നിൽക്കാൻ തോമസാറിനെ കൊണ്ട് കഴിയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം. കൃഷി നമ്മൾ ചെയ്യുമ്പോൾ കീടനാശിനി നമ്മൾ ഉപയോഗിക്കാറില്ല. കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ നമുക്ക് ദോഷമാകാം, കഴിക്കുന്നവന് ദോഷമുണ്ടാക്കാം, മണ്ണിന് ദോഷമുണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു കായിക താരമെന്ന് പറയുമ്പോൾ ഉത്തേജകം പോലുള്ള അനാവശ്യ മരുന്നുകൾ ഉപയോഗിക്കുന്നു. നമ്മളിപ്പോൾ സ്കൂൾ ലെവലിൽ ദേശീയ റെക്കോർഡൊക്കെ ഇട്ട് പല കുട്ടികൾ നിങ്ങളെല്ലാം ഭയങ്കരമായിട്ട് പൊക്കിയിട്ടുണ്ട്. പിന്നെ അത് കാണുന്നില്ല. അപ്പോൾ അവിടെ എനിക്ക് സംശയം, ഒന്നിൽ വയസ്സിൻ്റെ തിരുത്ത് അല്ലെങ്കിൽ മരുന്ന്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അത് അങ്ങനത്തെ ഉള്ള കുട്ടികൾ അങ്ങേറ്റം വന്ന ഒരു 35 വയസ്സേ ഉള്ളൂ. അതിനു മുമ്പ് പോക്കാം. പിള്ളേർ അറിഞ്ഞ് ചെയ്യുന്നുണ്ട്, തന്നെ ചെയ്യുന്നവരുണ്ട്, പിള്ളേർ അറിയാതെ കൊടുക്കുന്നവരുണ്ട്. ഇതൊക്കെ അത് നല്ല പ്രവണതയല്ല. കാരണം മുന്നോട്ടുള്ള വരവിന് ഈ സ്കൂളുകൾ തമ്മിൽ പിടിക്കാൻ വേണ്ടി എന്ത് കൃത്രിമം ചെയ്യാം എന്നുള്ള അത് മാറിയിട്ട് അതല്ല വേണ്ടത്. ഇത് കേരളത്തിൽ നല്ല ഇതുണ്ടാക്കുക, സ്കൂളിന് അവരവരുടെ സ്ഥലത്തുള്ള കുട്ടികളെ ഉണ്ടാക്കുക. കേരളത്തിൻ്റെ ദ്രോണർ എന്നറിയപ്പെടുന്നു, നേരത്തെ അറിയപ്പെട്ടിരുന്നു, ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട ഒരു ദ്രോണറായി മാറി. എന്താണ് ചുമലിൽ ഇപ്പോഴുള്ളൊരു ഭാരം, അതിനപ്പുറമുള്ള പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ല, എനിക്കിത് കിട്ടിയതിൻ്റെ എൻ്റെ കുട്ടികളുടെ വേർപ്പ് കാരണമാണ്. കാരണം ഇത്രയും ഒളിമ്പിക്സ് താരങ്ങളുണ്ടായി, ആർക്കും ലോകത്തില്ല, ലോകാവാർഡിന് വേണ്ടി വരെ IBN ചാനലുകാർ റെക്കമെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പിള്ളേരുടെ വേർപ്പ്, അതുപോലെ തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിങ്ങൾ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇതാണ്. കാരണം ഒരു കുട്ടിയുടെ ഫോട്ടോ ഒന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇത് 4 മീറ്റർ ചാടുന്നവൻ 4:20 ചാടിയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അതൊരു വലിയ പ്രോത്സാഹനം. നമ്മുടെ പിള്ളേർക്ക് അത്രയും പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. ഒരു മാധ്യമമല്ല, എല്ലാവരും ഒരുപോലെ തന്നെ. ഇത് നമ്മൾ താഴ്ന്നെടുത്ത നീരോടുകയുള്ളൂ, പൊക്കരുന്ന് നീര് വിടിയല്ല, വഴി മാറി പോവുള്ളൂ. അപ്പോൾ നമ്മളിത്ര എളിമയായി പോവുക. നമ്മൾ ദ്രോണാചാരമെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. ആൾക്കാരിപ്പോൾ എല്ലാവരും ഇതാക്കും, എന്നെ സാറിന് ഇത് തന്നെ, നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം കിട്ടാനുള്ള ഇങ്ങനെ കിട്ടി, നമ്മൾ ആരും പുറകെ നടന്ന് കിട്ടിയതല്ല, അല്ലാതെ കിട്ടി കൊണ്ട് തന്നു, അംഗീകരിച്ചെന്ന് പറയുമ്പോൾ വലിയൊരു ആഹ്ലാദമുണ്ട്. ഇനി നമുക്ക് ചുമതല കൂടി ഇടുക്കിയിൽ നിന്ന് പണ്ടപ്പുറം സ്കൂളിൽ നിന്ന് തന്നെ ഒരു ഒളിമ്പിനെ വാർത്തെടുക്കണം എൻ്റെ ആഗ്രഹം. വയസ്സ് 68ആയി, എന്നാലും മോനെ സഹായിക്കുക. ഏറ്റവും വലിയ പ്രധാനം ഇതാണ്, മോനെ സഹായിച്ച് നിൽക്കുക. നമ്മൾ ഇപ്പോൾ 5 ലക്ഷം കിട്ടും, ഒരു 5 പിള്ളേരും കൂടെ സ്പോൺസർ ചെയ്യും. നേരത്തെ 10 പിള്ളേരുണ്ട് ഓട്ടോമാറ്റിക്.
രണ്ട് റിയൽ അവാർഡ് 5 ലക്ഷം രൂപ കിട്ടുക. അന്ന് 5 പിള്ളേരെ എടുത്തു. പട്ടാളത്തിൻ്റെ പെൻഷൻ അതിന് വേണ്ടി ചിലവാക്കുന്നു. ഇനി 5 കിട്ടി 5 പിള്ളേരും കൂടെ രക്ഷപ്പെട്ടു. പിന്നെ വേൾഡ് അവാർഡ് കിട്ടുവാണെങ്കിൽ പിന്നെ ചോദിക്കാൻ വേണ്ട. ഒരു നാട്ടുകാർ പല ഞങ്ങൾക്ക് അങ്ങനെ ഒരു സഹായങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നില്ല. അതെ, പക്ഷേ ഇക്കൊല്ലം എൻ്റെ പൽപ്പിൽ തോമസൊക്കെ ഈ സ്പോർട്സ് ഇതിൽ താരങ്ങൾ വന്നതിന് ശേഷം ഈ വർഷം നമുക്ക് ഒരു 1.5 ലക്ഷം രൂപയുടെ സ്പോർട്സ് ഉപകരണം തന്നു. അതിൽ 50,000 രൂപ നമ്മുടെ നെഹ്റു യുവ കേന്ദ്ര തന്നു. ഇപ്പോൾ 40 പിള്ളേർക്ക് ഡേ ബോർഡിംഗ് സ്കീമായി. വർഷങ്ങളായി ഡേ ബോർഡിംഗ് സ്കീമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കൊത്തിരി ഇത് കിട്ടിയിട്ട് ഗവൺമെൻറ് ആയിരുന്നു, അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഈ വർഷം മുതൽ അത് ആക്കി തന്നു. ഈ മാതൃഭൂമി ഒരു ദിവസം ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഉണ്ടാക്കിയ തോമസ് മാസ്റ്ററിന് ചിരിയും കിട്ടും മറ്റുള്ളവർക്ക് പണം എന്ന് പറഞ്ഞൊരു വാർത്ത ഇറക്കിയായിരുന്നു. അതിനുശേഷം ഇതൊക്കെ ഒന്നും ആയത് തോമസ് മാസ്റ്ററിന് ചിരി കിട്ടും എവിടെ ചെന്നാലും പൈസ മറ്റുള്ളവർക്കും എന്ന് പറഞ്ഞൊരു വാർത്ത വന്നായിരുന്നു. ഞാൻ ചെന്നിടത്തും ഗ്രൗണ്ടില്ല. 200 മീറ്ററിൻ്റെ 2 ട്രാക്കായി ചെന്നിടത്തൊക്കെ. പക്ഷേ അത് മതി. മനസ്സ് വലുതാണോ? ഗ്രൗണ്ടൊക്കെ ഗ്രൗണ്ടിൽ നിന്നൊരു കാര്യമൊന്നുമില്ല. ഇവിടെ എന്തോരം വലിയ ഗ്രൗണ്ട് കിടക്കുന്നു. അവിടെ നിന്ന് പിള്ളേർ വളരുന്നുണ്ടോ? ഇല്ലല്ലോ. കായിക ലോകത്ത് ഈ രാഷ്ട്രീയം എത്രത്തോളം പ്രാവർത്തികമാണ്? രാഷ്ട്രീയം വെച്ച് രാഷ്ട്രീയം ഇതിലേക്ക് കടത്തരുത്. രാഷ്ട്രീയം കടത്തി കഴിഞ്ഞാൽ സ്പോർട്സ് ശരിയാകില്ല. പക്ഷേ കൊടുക്കേണ്ടവർക്ക് എല്ലാവരും കൊടുക്കണം. കാരണം അവരുടെ ഈ രാഷ്ട്രീയക്കാരുടെ കുറ്റമല്ലാതെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ തട്ടിക്കളയണം. ഈ രാഷ്ട്രീയത്തെ സ്പോർട്സുമായിട്ട് കടത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനിയും ഒരുപാട് കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ. കേരളത്തിൻ്റെ പുതുതലമുറയെ മാഷിൻ്റെ പരിചരണത്തിൽ വരാൻ സാധിക്കട്ടെ. മാഷിൻ്റെ ആ പേടിപ്പിക്കുന്ന സ്വഭാവവും അതേപോലെ തന്നെ വാത്സല്യമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ഒരല്പസമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.